എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ സീരിയസ് ആയി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ എൻ, ദെൻ എന്താണ് ആൻസർ എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഐ ജെത്തെ എലിമെന്റ് ജെ ഐത്തെ എലിമെന്റ് ആവും അല്ലെ? നെഗറ്റീവ് ഓഫ് ജെ ഐത്തെ എലിമെന്റ് ആവും. അങ്ങനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവുക. അപ്പോൾ എ ഐ അതായത് ഐ ജെത്തെ എലിമെന്റ് എന്ന് പറയുന്നത് ഏതാവും? മൈനസ് ഓഫ് ജെ ഐത്ത് എലിമെന്റ് ആവും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആവുമ്പോൾ എന്താണ്? ഐ ഈക്വൽ ടു ജെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താവും? ഐ എലിമെന്റ്, അതായത് ഐ എലിമെന്റ് ഏതാണ്? ഡയഗണൽ എലിമെന്റ്സ് ആവും അല്ലെ? അപ്പൊ അതെന്താവും? 0 ആവും. എ ഐ ജെ ഈക്വൽ ടു 0 വേർ ഐ ഈക്വൽ ടു ജെ. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ is a square matrix of order 3, determinant A dash equal to -3, then determinant A dash equal to. അപ്പൊ ഈ ഡിറ്റർമിനന്റ് എ ഡാഷിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഡാഷ് എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ എന്താണ്? എ സ്ക്വയർ മെട്രിക്സ് ആണ്, ഓർഡർ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഡാഷ് തന്നിട്ട് -3 ആണെന്ന്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡിറ്റർമിനന്റ് എ -3 ഇൻറ്റു -3. അത് എത്രയാണ് വരിക? 9 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് എ ബി സി ഈസ് ഗിവൺ ബൈ. അപ്പൊ എ ബി സിയുടെ ഏരിയ എങ്ങനെയാ കാണുക? ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് എ ബി വെക്റ്റർ ഇൻറ്റു എ സി വെക്റ്റർ അല്ലേ? എങ്ങനെയാണ്? നമുക്കറിയാം ഏരിയ ഓഫ് ദ പാരലലോഗ്രാം വിത്ത് അഡ്ജസന്റ് സൈഡ്സ് എ ബി ആൻഡ് എ സി ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ദ പാരലലോഗ്രാം എങ്ങനെയാണ് പറയാ? ഡിറ്റർമിനന്റ് എ ബി വെക്റ്റർ ഇൻറ്റു ക്രോസ് എ സി വെക്റ്റർ അല്ലേ? എ ബി വെക്റ്റർ ക്രോസ് എ സി വെക്റ്റർ. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ വരും? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ്. അപ്പൊ ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് എ ബി വെക്റ്റർ ക്രോസ് എ സി വെക്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of k for which the function f of x equal to set of all 1 minus cos 4x by 8x square if x not equal to 0, k if x equal to 0 is continuous at x equal to 0. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? കണ്ടിന്യൂസ് ആണ് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? ലിമിറ്റ് 0 പ്ലസും 0 മൈനസും എഫ് ഓഫ് 0വും ഒരേപോലെ ആവണം. അങ്ങനെ ആയാലാണ് കണ്ടിന്യൂസ് ആവുക. അപ്പൊ നമുക്ക് എഫ് ഓഫ് 0 എന്താണെന്ന് തന്നിട്ടുണ്ട്? കെ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഏതാണ്? എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ എന്താ പറഞ്ഞേക്കണേ? 1 മൈനസ് കോസ് 4x ബൈ 8x സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് 1 മൈനസ് കോസ് 4xനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 സൈൻ സ്ക്വയർ 2x അല്ലേ? 2 സൈൻ സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ 8x സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ 2x ബൈ 4x സ്ക്വയർ അല്ലേ? ഇതില് 2 ക്യാൻസൽ ചെയ്ത് പോയാൽ 4x സ്ക്വയർ ആയി. ഇനി എന്താ ചെയ്യണ്ടേ? ഈക്വൽ ടു. അപ്പൊ നമുക്ക് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ 2x ഹോൾ സ്ക്വയർ എന്ന് വരും. ഹോൾ സ്ക്വയർ.
അപ്പൊ നമുക്ക് എന്ത് വരും? കെ എന്ത് വരും? എഫ് ഓഫ് 0 ഈക്വൽ ടു കെ വരുമ്പോ കെ എന്ത് വരും? കെ ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If f dash x equal to x plus 1 by x, then f of x. എങ്ങനെയാണ് ചെയ്യാ? എഫ് ഡാഷ് എക്സ് തന്നുണ്ട് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ആണ് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് കിട്ടും ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ്. അപ്പൊ നമുക്ക് എന്ത് വരും? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 അല്ലെ. പിന്നെ 1 ബൈ എക്സ് ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് അല്ലെ. ലോഗ് മോഡ് എക്സ് പിന്നെ എന്താണ്? പ്ലസ് സി, ഒരു കോൺസ്റ്റന്റ് വേണം അല്ലെ. അപ്പൊ ഇതാണ് ആൻസർ. ഏതാണ്? ഏത് ഓപ്ഷൻ ആണ്? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് m and n respectively are the order and degree of the differential equation d by dx of dy by dx whole raised to 4 equal to 0, then m plus n equal to. എങ്ങനെയാ നമുക്ക് പറയാൻ സാധിക്കുക? അതായത് ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? 4 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ ക്യൂബ് ഇൻറ്റു ഇതിന്റെ ഡിഫറൻസിയേഷൻ അല്ലെ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പം എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡറും എൻ എന്ന് പറഞ്ഞ ഡിഗ്രി ആണ്. അപ്പൊ ഇതില് ഓർഡർ എന്താവും? എം ഈക്വൽ ടു 2 ആവും അല്ലെ. ഡിഗ്രി എന്താവും? എൻ ഈക്വൽ ടു 1 ആവും. അപ്പൊ എം പ്ലസ് എൻ എന്താണ്? 2 പ്ലസ് 1 3 എന്നുള്ളതാണ് ആൻസർ. സി എന്നുള്ളത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The solution set of the inequality 3x plus 5y less than 4 is. എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യാം? അതായത് സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി ആവുമ്പോ എന്താണ്? ഓപ്പൺ ഹാഫ് പ്ലെയിൻ ആണ്. അപ്പൊ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഒറിജിൻ ആസ് എ 0 0 സാറ്റിസ്ഫൈസ് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് വരിക? ബി ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം ആൻ ഓപ്പൺ ഹാഫ് പ്ലെയിൻ ആവും കണ്ടെയ്നിങ് ദ ഒറിജിൻ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്കേലാർ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ 3i മൈനസ് j vector 3i vector minus j vector minus 2k vector on the vector I plus 2j plus minus 3k is. എങ്ങനെയാണ് പ്രൊജക്ഷൻ ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് കാണണം അല്ലെ. 3i മൈനസ് ജെ മൈനസ് 2k വെക്ടർ ആണ് കേട്ടോ. ഡോട്ട് പിന്നെ എന്താണ്? I വെക്ടർ പ്ലസ് 2j വെക്ടർ മൈനസ് 3k വെക്ടർ. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ്? ഡിറ്റർമിനന്റ് I വെക്ടർ പ്ലസ് 2j വെക്ടർ മൈനസ് 3k വെക്ടർ. അപ്പൊ ഇത് എന്താണ് വരിക? ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ എന്ത് വരും? 3 മൈനസ് 2 പ്ലസ് അല്ലെ 6. അപ്പൊ 9 മൈനസ് 2 7 വരും മുകളിൽ. പിന്നെ ബൈ ഇതിന് എന്താണ് വരിക? 1 പ്ലസ് 4 പ്ലസ് 9 അപ്പോൾ 14 റൂട്ട് 14 ആണ് വരിക അല്ലെ. അപ്പൊ 7 ബൈ റൂട്ട് 14 ഏതാണ് ആൻസർ?
എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of integral 2 to 3 x by x square plus 1 dx is. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? നമുക്ക് ഇതിനെ എന്താക്കി എടുക്കാം? യു ആക്കി എടുക്കാം അല്ലെ? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 യു ആക്കി എടുക്കുമ്പോ 2x എക്സ് സ്ക്വയർ പ്ലസ് 1 ആവുമ്പോൾ 2x dx എന്ന് പറയുന്നത് എന്ത് വരും? du വരും അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് കേട്ടോ. അപ്പോൾ 2x dx എന്ന് പറയുന്നത് du വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ 2 to 3 du ഡിവൈഡ് ബൈ u എന്ന് പറയും. അപ്പൊ log u അല്ലെ? log എക്സ് സ്ക്വയർ പ്ലസ് 1 അതല്ല, log എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി അതിന്റെ പിന്നെ ഏതാണ് റേഞ്ച്? 2 to 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? log ഓഫ് എക്സിന് 3 കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ 3 സ്ക്വയർ പ്ലസ് 1 10 കിട്ടും. log 10 മൈനസ് log 5. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മറന്നുണ്ട്. 2x dx ആണ് du. അപ്പൊ ഹാഫ് ഓഫ് എന്ന് കൊടുക്കണം അല്ലെ? ഹാഫ് ഓഫ് ഇന്റഗ്രൽ 2 to 3 du ബൈ u എന്ന് വരും. അപ്പൊ ഹാഫ് ഓഫ് എന്നുള്ളത് ഇവിടെ വരും. ഹാഫ് ഓഫ് log 10 മൈനസ് log 5. അപ്പൊ നമുക്ക് എന്ത് വരും? log 5. അപ്പോ ഹാഫ് ഓഫ് log 10 ബൈ 5 അത് എത്രയാണ്? 2. ഹാഫ് ഓഫ് log 2. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ബി ആർ നോൺ സിംഗുലാർ സ്ക്വയർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ then AB ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈസ്. നമുക്കറിയാം എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഇതേപോലെ തന്നെ എ ബി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇൻവേഴ്സ് ഇൻവേഴ്സ് എ ഇൻവേഴ്സ് അല്ലെ? ബി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി തന്നെയാണ് അല്ലെ? ബി എ ഇൻവേഴ്സ്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ പറയാൻ മടിക്കരുത്. കമന്റ് ബോക്സിൽ എഴുതിയാൽ മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.